ഒരു വ്യക്തി പതിവിലധികമായിട്ട് ക്ഷീണിതനായി കാണപ്പെടുന്നു. കാഴ്ചയിൽ മാത്രമല്ല, ആ വ്യക്തിയുടെ പ്രവൃത്തിയിലും, ആ വ്യക്തിയുടെ ഇടപെടലിലും എവിടെയോ എന്തോ ഒരു കുറവ് തോന്നുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ പല കാരണങ്ങളായിരിക്കും അതിൻ്റെ പിന്നിൽ വരിക. അപ്പം ചിലപ്പോൾ അറിയുമ്പോൾ അത്ഭുതം തോന്നാം. അതിലൊരു കാരണം പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് ആയിരിക്കാം. ഡയബറ്റിസ് മെലിറ്റസ് വരുന്ന വ്യക്തികളിൽ ഒരു ജനറൽ ആയിട്ടൊരു ക്ഷീണിതരായ ഒരു ലുക്ക് വരും. അതിനുള്ള മെയിൻ കാരണം ആ വ്യക്തിയുടെ കോശങ്ങൾ ഇൻസുലിനോട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കും. ഇൻസുലിൻ എന്ന് വെച്ചാൽ ആ കോശങ്ങൾക്ക് കിട്ടേണ്ട എനർജി കിട്ടുന്നത്, നമുക്കറിയാം എല്ലാം നമ്മുടെ എനർജി ഗീവിങ് ഒരേ ഒരു യൂണിറ്റ് നമ്മുടെ ശരീരത്തുള്ളത് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ആ കോശങ്ങളിലേക്ക് വന്നാലേ ആ കോശങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഗ്ലൂക്കോസിനെ എടുക്കണമെങ്കിൽ ആ കോശങ്ങളിൽ ആദ്യം വരേണ്ടത് ഇൻസുലിനാണ്. അപ്പോൾ ഇൻസുലിനോട് ഒരു വൈരാഗ്യം പോലെ നമ്മുടെ കോശങ്ങൾ അവയെ കയറ്റാതെ ഒരു റെസിസ്റ്റൻസ് കാണിക്കുമ്പം ഈ കോശങ്ങളിലേക്ക് എത്തുന്ന എനർജിയുടെ ലെവൽസ് അല്ലെങ്കിൽ എനർജിയുടെ സോഴ്സസ് കുറഞ്ഞു പോകും. അപ്പോൾ ഈ കോശങ്ങളുടെ ക്ഷീണം ആ വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളിലും കാണും. എല്ലാ സെൽസിലും ഒരു തരം ഒരു ലാക്കിങ്, എവിടെയോ വാണ്ടിങ് ഫോർ ഫുഡ് അല്ലെങ്കിൽ വാണ്ടിങ് ഫോർ എനർജി ഉണ്ടാവും. ഇത് ആ വ്യക്തിയിൽ ക്ഷീണമായിട്ട് ആയിരിക്കും പരിണമിക്കുക. അപ്പം ഇത്തരത്തിൽ പതിവില്ലാതെ ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റി ലെവൽസ് കുറയുകയോ മുഖത്തും പ്രവർത്തികളിലും ഒരു ലാഗ് വരികയാണ് അല്ലെങ്കിൽ ഒരു ക്ഷീണം കാണുന്ന എങ്കിൽ അത് ഡയബറ്റീസ് ആയിരിക്കാം. ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യമേ സിമ്പിളായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതാണോ എന്ന് കൺഫേം ചെയ്താൽ നാച്ചുറലി നമുക്ക് ഡയബറ്റീസിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് പോവാം. അല്ലാത്ത പക്ഷം അതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ക്ഷീണം പലപ്പോഴും ആ വ്യക്തിയുടെ എല്ലാ ജീവിതചര്യകളിലും അത് റിഫ്ലക്റ്റ് ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ ജോലി സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ചിലപ്പോൾ ഫാമിലി ലൈഫിൽ തന്നെ സ്പൗസുമായിട്ടുള്ള അടുപ്പത്തിൽ ചിലപ്പം ഒരു ഡിഫറൻസസ് കാണാൻ പറ്റും. ചിലപ്പോൾ അതൊരു മൂഡ് സ്വിങ്സ് ആയിട്ടായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. കുട്ടികളോടോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ കൂടെ അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും എവിടെയോ ഒരു കുറവ് കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റാത്തത് പോലെ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും എനിക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലോടുകൂടിയുള്ള പ്രവർത്തികളായിരിക്കും പലപ്പോഴും ഡയബറ്റിസ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിക്കുന്ന പല വ്യക്തികളിലും കാണപ്പെടുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്ഷീണം കാണുകയാണ്, ഉറക്കം കൂടുതൽ കാണുകയാണ്, എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്ന ഒരു ടെൻഡൻസി, ഇന്ന് ചെയ്യാനുള്ള നാളെ ചെയ്യാം എന്നുള്ള ടെൻഡൻസി ഒരു വ്യക്തി കാണിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉറപ്പായിട്ടും ആ വ്യക്തിയെ ഡയബറ്റിസിന് സ്ക്രീൻ ചെയ്ത് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ്.